ഫാമിലി ഉള്ളതിൻ്റെ പേരിൽ എല്ലാവർക്കും വാട്ടറിൻ്റെ മീറ്റർ വന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സംഭവം വച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മീറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിവിടെ തുറന്ന് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തുറന്ന് വെച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ 8 മീറ്ററുണ്ട്. 8 മീറ്ററും വന്നിട്ട് ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ സംഭവം 4 താഴത്തെ 4 മുകളിലത്തെ 4 അങ്ങനത്തെ രീതിയിലാണ് 8 മീറ്റർ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് 8 വാട്ടറിൻ്റെ മീറ്ററും. ഓക്കെ, ഇലക്ട്രിക് മീറ്ററും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ അത്യാവശ്യം ഒരു ലോറി പോകുന്ന ഒരു സ്പേസിൽ തന്നെയാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 4 പൈപ്പ്, അപ്പുറത്ത് 4 പൈപ്പ്, ഈ സൈഡിൽ 4 മീറ്റർ, ഈ സൈഡിൽ 4 മീറ്റർ. അതുകൂടാതെ നമുക്ക് ഇലക്ട്രിക് മീറ്ററും ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവം ഫുള്ളും ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമായിരുന്നു. കളർഫുള്ളായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളതിൽ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കിയതിലും ഈ ഒരു ഏജൻസിക്കാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ഏജൻസിക്ക് പ്രത്യേകം ഒരു ക്രെഡിറ്റ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു ഗൈസ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും കണ്ട മീറ്ററും 4 8 മീറ്ററായിട്ട് നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ളും ക്ലീനിങ് പ്രോസസ്സും എല്ലാം കഴിഞ്ഞാണ് അവിടെ സെപ്പറേറ്റ് സിംഗിളായിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം കാണാൻ വേണ്ടി പറ്റും കേസ്. ഈ സൈഡിൽ 2 നിലയായിട്ടുള്ളതാണ്. 2 നിലയായിട്ടുള്ളതിൽ വന്നിട്ട് ആക്ച്വലി 4 4 8 വരുന്നത്. ഇവിടെ വന്നിട്ട് സിംഗിളായിട്ട് വരുന്നത്, സിംഗിളായിട്ട് പ്രത്യാവശ്യമാണെന്നുണ്ട് സിംഗിൾ അപ്പാർട്ട്മെൻറ്റ്സ്, സിംഗിൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. 2 വന്നിട്ട് ഇവിടെ സിംഗിൾ വരുന്നുണ്ട്. ഇനി അതിപ്പോൾ ഡബിൾ ആവുമെന്നുള്ള കേസ് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് കാണിച്ചു തരാം കേസ്. സംഭവം അടിപൊളി എല്ലാം ലോക്ക്ഡാണ്. ഓക്കെ, സിംഗിളാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ 2 BHK എന്നുള്ള രീതിയിൽ താഴെ വന്നിട്ട് 2 BHK എന്നുള്ള രീതിയിൽ ഒറ്റ നിലയേ ഉള്ളൂ. താഴെ 2 BHK എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ സൗകര്യമുണ്ട് കേട്ടോ. ഡ്രൈനേജൊന്നും ബ്ലോക്ക് ആവാത്ത രീതിയിൽ സംഭവം ഇരുന്നാൽ അത്യാവശ്യം കൊള്ളാം. ഇതൊരു കോളനി ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അത്രയും നല്ല രീതിയിലുള്ള സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു തുറക്കാൻ പറ്റുമെങ്കിൽ കാണിച്ച് തരാമായിരുന്നു ഗൈസ്. എല്ലാം ലോക്ക്ഡൗണിൻ്റെ പേരിൽ ഒന്നും തുറന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ആക്ച്വലി വന്നിട്ട് പുൽത്തോട്ടത്തിൻ്റെ ആണ് കേട്ടോ. പുൽത്തോട്ടം. ഓക്കെ, ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഈ സൈഡിലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കണ്ടു ഗൈസ്. സൂപ്പർ, അടിപൊളി റൂമാണ്. റൂമിൻ്റെ അകത്ത് ഈ ഒരു സ്പേസ് കാണാം. അത്യാവശ്യം ഒരു കട്ടിലും ഒരു അലമാരയും വയ്ക്കുമ്പോഴേക്കും റൂം സംഭവം ഓക്കെയാണ്. ഒരു ഫാനും ട്യൂബ് ലൈറ്റും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ റൂം അടുക്കളയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു സിങ്ക്, അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള അടുക്കളയാണ്. നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. അത്യാവശ്യമായിട്ട് 2 നിലയുണ്ട്. താഴെ 4 ഫാമിലി, മുകളിൽ 4 ഫാമിലി. ഓക്കെ, റൂമൊക്കെ അറ്റ് പ്രസൻറ്റ് ലോക്ക്ഡാണ്. ഏതെങ്കിലും ലോക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വരുന്നു. ലോക്കായതിൻ്റെ പേരിൽ ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല ഗൈസ്. ഇന്നലെ ആക്ച്വലി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി എല്ലാം ലോക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലും ഇഷ്ടപ്പെട്ടു. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് സംഭവം സെറ്റാക്കിയിട്ടുള്ളത്. 4 ഫാമിലി എന്നുള്ള രീതിയിൽ ഓരോ അപ്പാർട്ട്മെൻറ്റും അവർക്കെല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് ഒരു ടെറസും സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷ്വൽസ് ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ട, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കണ്ട അങ്ങ് അവസാനം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. സംഭവം പൊളി.
ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് തന്നെ ഏകദേശം 2 വാട്ടർ ടാങ്കുള്ള ടോട്ടൽ 4 വാട്ടർ ടാങ്ക്. ഇപ്പോൾ ഈ സൈഡിൽ 2 വാട്ടർ ടാങ്കുണ്ട്, അതുകൂടാതെ തന്നെ അപ്പുറത്തും വാട്ടർ ടാങ്കുണ്ട്. പൈപ്പ് കണക്ഷനൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ മുകളിൽ നിന്ന് കളിച്ച് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലൊക്കെ ആണെങ്കിൽ പിള്ളേർ കയറി കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. കെയർഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ 3ാമത്തെ വാട്ടർ ടാങ്ക്, 4ാമത്തെ വാട്ടർ ടാങ്ക്, അതായത് ടോട്ടലി 4 വാട്ടർ ടാങ്ക് ഈ സൈഡിലുണ്ട്. അത് കൂടാതെ തന്നെ മുകളിൽ 4 വാട്ടർ ടാങ്കുണ്ട്. അങ്ങനെ 4 ഫാമിലിക്ക് ടോട്ടലി 8 വാട്ടർ ടാങ്ക് മുകളിൽ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മടി വയ്ക്കാതിരിക്കാൻ വേണ്ടി. സംഭവം അത് കൊള്ളാം. സീലിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സീലിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വെളിയിലോട്ട് പോകാം.